കനത്ത മഴയിൽ കല്ലടയാറ്റിലെ ജലനിരപ്പ് ഉയരുന്നു. അതുകൊണ്ട് 11 മണിയോടെ കല്ലട ജലസേചന പദ്ധതിയുടെ 3 ഷട്ടറുകൾ തുറക്കും. തെമ്മല ഡാമിൻ്റെ 3 ഷട്ടറുകൾ തുറക്കുമെന്നാണ് അറിയുന്നത്. വിവരങ്ങളുമായി നമുക്കപ്പം അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ വെച്ചിരുന്നു. അരുൺരാജ്, കല്ലടയാറ്റിൽ കാര്യമായി ജലനിരപ്പ് ഉയർന്നിട്ടുണ്ടോ? കൊല്ലം ജില്ലയിൽ അത് നഗര ഗ്രാമപ്രദേശങ്ങളിൽ മഴ അത്ര കനത്ത് പെയ്യുന്നില്ലെങ്കിൽ പോലും കിഴക്കൻ മേഖലയിൽ മഴയ്ക്ക് വലിയ രീതിയിൽ ശക്തി പ്രാപിക്കുന്നുണ്ട്. തമിഴ്നാടോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്നുവെന്ന് ഇന്നലെ മുതൽ തന്നെ നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഒരു ജാഗ്രതാ നിർദ്ദേശം അടക്കം ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിരുന്നു. ഇന്ന് ജില്ലാ കളക്ടർ നൽകുന്ന നിർദ്ദേശം ഈ കല്ലടയാറ്റിൽ വലിയ തോതിൽ ജലമെത്തുന്നുണ്ട്. ഇത് ഈ തെന്മല ഡാമിലേക്കുള്ള നീരൊഴുക്കിന്റെ തോത് കൂടി വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് നിലവിൽ ഡാമിന്റെ റൂൾ കർവ് അനുസരിച്ച് ഈ ജലം ഒഴുക്കിവിടാനുള്ള തീരുമാനം ഇപ്പോൾ ജില്ലാ ഭരണകൂടം കൈക്കൊണ്ടിരിക്കുന്നത്. 11 മണിക്ക് തെന്മല ഡാമിന്റെ 3 ഷട്ടറുകൾ പടിപടിയായി 60 സെന്റിമീറ്റർ വരെ ഉയർത്തും എന്നുള്ളതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ഇതിനാൽ തന്നെ കല്ലടയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ മഴ കൂടുതൽ കനക്കുകയാണ് കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം. ഓക്കെ, താങ്ക് യു അരുൺരാജ്. ഷബീർ മണ്ണാർക്കാട് പറയുന്നത് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായ സുധീഷ് എമ്മൻ്റെ സഹോദരൻ്റെ ചെറുമകൻ ഹൃദയ സംബന്ധമായ അസുഖം കാരണം ആശ്രം എംസിൽ ചികിത്സയിലാണ്. ഭീമമായ തുക ചികിത്സയ്ക്ക് വേണം, അവരെ സഹായിക്കണം. 24 പ്രേക്ഷകർ കൂട്ടായ്മ സഹായിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. 24 കണക്റ്റിൻ്റെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സഹായിക്കാം.